ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ നവംബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ 2 മലയാളം സിനിമകളുടെ ഇന്നത്തെ കേരള ട്രാക്കിംഗ്, ഒപ്പം തന്നെ ബോക്സ് ഓഫീസ് എസ്റ്റിമേറ്റ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകളെല്ലാം തന്നെ വന്നിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് ആനന്ദ് ശ്രീബാല, അർജുന അശോകൻ, അപർണ ദാസ്, സൈജു കുറുപ്പ്, സംഗീത, അജു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ വലിയ താരനിര ഭാഗമായ സിനിമയുടെ ഏറ്റവും പുതിയ കേരള ട്രാക്കിംഗ് പുറത്തു വരുമ്പോൾ ഇന്നലെ ഇതേ സമയം 12 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 9 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. തിയേറ്ററുകളിൽ ആദ്യ ദിവസം നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയുടെ ആകെ കേരള ഗ്രോസ് ഇന്നത്തോടെ 1 കോടിക്കടുത്തേക്ക് എത്തപ്പെടുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അഭിപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ, സിനിമയുടെ ഹൈപ്പ് വെച്ച് നോക്കുമ്പോൾ ഒരു ഡീസന്റ് തുടക്കം സിനിമ നേടിയെടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു വേറെ ലെവൽ കളക്ഷനിലേക്ക് സിനിമയ്ക്ക് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് ആദ്യ 3 ദിവസത്തെ കേരള എസ്റ്റിമേറ്റ് കളക്ഷനിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി 10 ദിവസങ്ങൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ നെസ്ലൻ നായകനെത്തിയ അയാം കാതലൻ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ, പ്രേമലു കോംബോ ഈ വർഷം തന്നെ രണ്ടാമതായിട്ട് ഒരുമിച്ച സിനിമ കൂടിയാണല്ലോ അയാം കാതലൻ. സിനിമ ഒരു ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന മലയാളം സിനിമ കൂടിയായിരുന്നു. ആദ്യ ദിവസം നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമ ഇപ്പോഴത്തെ ബോക്സ് ഓഫീസിലും ഡീസന്റ് ഗുഡ് എന്നൊക്കെ പറയാവുന്ന കളക്ഷനിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. കേരള ട്രാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 4 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 3 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. സിനിമയുടെ ആകെ കേരള ട്രാക്കിംഗ് ഗ്രോസ് മാത്രം 3 കോടി കടന്നിരിക്കുകയാണ്. ഇന്നത്തെ ഉൾപ്പെടെയുള്ള 11 ദിവസത്തെ ആകെ കേരള ഗ്രോസ് 4 കോടി 50 ലക്ഷത്തിനടുത്താണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം വേൾഡ് വൈഡ് ഗ്രോസ് നേരത്തെ തന്നെ 5 കോടി കടന്നിട്ടുണ്ട്. പക്ഷേ നിലവിൽ സിനിമയുടെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ലോ ബഡ്ജറ്റ് സിനിമ എന്ന് നേരത്തെ തന്നെ ഉറപ്പാക്കപ്പെട്ട സിനിമ കൂടിയാണ് അയാം കാതലൻ. എങ്കിൽ പോലും സിനിമയുടെ കൃത്യമായ ബോക്സ് ഓഫീസ് വെർഡിക്റ്റ് അറിയാനായിട്ട് കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കൂ. അയാം കാതലൻ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.